ഗൈസ് ഇവിടെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയും കസിനും എല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ കസിൻ എല്ലാവരും കൂടിയില്ലേ, ഒത്തുകൂടിയ പിന്നെ പറയണ്ടല്ലോ, ആകെ ബഹളം ചിരിയും കളിയാക്കലും, ഒരു സമാധാനം ഇല്ല. ഒരുത്തൻ ഒരു ഭാഗത്തേക്ക്, വേറൊരു ഭാഗത്ത്, ആകെ മൊത്തം പൊളി തന്നെ. അങ്ങനെ ഇതാ കാക്കാൻ്റെ കാറിൽ ഞങ്ങൾ കുറച്ചാൾ കാക്കാൻ്റെ കാറിൽ പോയി, പിന്നെ കുറച്ചാൾ പിന്നെ അവർ തന്നെ കസിൻ്റെ കാറിലേക്ക് അങ്ങനെ പോയി. അത് ഞങ്ങൾ മൊത്തം 12 ആളുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചിട്ടായിട്ട് പിന്നെ പോവാന്ന് വിചാരിക്കും. പിന്നെ അത് കുറേ ആയി ഞങ്ങൾ എൻജോയ് ഇങ്ങനെ ആക്കാത്തെ, ഒക്കെ കൂടി എൻജോയ് ആക്കാത്തെ. എല്ലാത്തിനും കാണുമ്പോൾ പറയൂ എന്തെങ്കിലും നമുക്ക് ആടെ പോകണം ഇവിടെ പോവാ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയൂ. അപ്പോൾ ഒന്നിനും കൂടല്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് സ്കൂളില്ലാത്ത ദിവസം, കുറേ പിള്ളേർക്ക് സ്കൂളുണ്ട്, കുറേ പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസത്തേക്ക് അന്ന് കിഞ്ഞി. അപ്പം നമ്മൾ ഇതാ റിസോർട്ടിലേക്ക് എത്തി. ഞങ്ങൾ പോയിന് ഏത് റിസോർട്ട് എന്നറിയാം? ഇത് കാസർഗോഡുള്ള മൂന്നാടുള്ള സാൻഡൽ മിസ്റ്റ് റിസോർട്ടിലേക്കാണ് പോയിനത്. നല്ല പച്ചപ്പും പ്രകൃതിയും നിറഞ്ഞുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെയല്ല പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂള്, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, സ്കൈയിങ് തുടങ്ങിയ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് പോയി താമക്കില്ല. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എന്തും ഉണ്ടാവില്ലാന്ന്. നോക്കുമ്പോൾ നല്ലൊരു വൈബായിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ കാറിടെ നിർത്തി. ഞങ്ങൾ പിന്നെ ഇത് ലഗേജൊന്നും അങ്ങനെ ഉണ്ടായിത്താ, ഒരു ദിവസത്തേക്കല്ലേ പോയത്. അങ്ങനെ അവിടെ നിർത്തിയിട്ട് പിന്നെ ഞമ്മക്കൊരു റൂം ഓറ് തരുന്നത്, എക്സ്ട്രാ ഒരു ചെറിയൊരു റൂം തരും. ഫസ്റ്റ് എത്തിയപാട് ഞമ്മക്കില്ല വെൽക്കം ഡ്രിങ്ക് തരും. വെൽക്കം ഡ്രിങ്ക് എന്തെങ്കിലും ഇത് ബത്തക്ക, നമ്മൾ കാസർഗോഡ് ബത്തക്ക എന്ന് പറയും, ബത്തക്ക ജ്യൂസ്. നല്ല മോശമില്ലാത്ത ഒരു ജ്യൂസായിരുന്നു. അങ്ങനെ അത് എല്ലാം കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു റൂം തരും, നമ്മളെ ബാഗ് അങ്ങനെയെല്ലാം വെക്കാൻ. ഇവിടെ ഫുള്ള് മറ്റേ എന്തെല്ലെങ്കിൽ പിന്നെ നിൽക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട് ഇവിടെ. റിസോർട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ റിസോർട്ട് വേണ്ടവർക്ക് റിസോർട്ട് ബുക്കാക്കാം. പിന്നെ ഞങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ബുക്കാക്കിയത്, രാവിലെ പിടിച്ചിട്ട് വൈകുന്നേരം 6 മണിയോളം ഉണ്ടതല്ലേ, അങ്ങനെ ബുക്കാക്കി. അത് ഇപ്പോൾ ഇതാ ഒരു പാർട്ടിക്കാർ ഞങ്ങൾ എത്തി. ഇനി നെക്സ്റ്റ് ഒരു ആൾക്കാർ വരുന്നുണ്ട് അത്രേ. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ഇവിടെ എല്ലാം ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് നോക്കി. ഫുള്ള് ചുറ്റാനെല്ലാം കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ അങ്ങനെല്ലാം പോകുന്നതിനല്ലേ ഒരു ദിവസത്തേക്ക് നല്ല റിലാക്സ് ആവാൻ ഇവിടെ വന്നിട്ട് നിൽക്കാം. നമുക്കിതാ ചെറിയൊരു റൂം കണ്ട ഞങ്ങളാ. അങ്ങനെ അത് ഞങ്ങളെ ബാഗും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടന്നിട്ടെല്ലാം നോക്കി. നല്ല ഉണ്ടായി, നല്ലൊരു കാണാനും നല്ല ഉണ്ട്. ഒരു നമ്മൾ കാസർഗോഡ് എന്ന് വെച്ച് നമുക്ക് പറയാൻ കഴിയാല, നല്ല ഒരു മൂന്നാറിലേക്കെല്ലാം എത്തിയ പോലെ ഉണ്ട്. നല്ല റിസോർട്ടും നല്ലൊരു പച്ചപ്പും പ്രകൃതിയും എല്ലാം, ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഇവിടെ. അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കണമെങ്കിലല്ല കുറേ ഉണ്ട്. നമുക്ക് ഒരു ദിവസത്തെ കുറച്ച് വീഡിയോയിലൊന്നും നമുക്ക് ഇത് ഉൾപ്പെടുത്തി തീർക്കാനൊന്നും കഴിയാല. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇഞ്ചാല ഇങ്ങനെ ആടണ്ടേ, ഊഞ്ഞാല എന്ന് പറയും. ഞാൻ ഇഞ്ചാല അങ്ങനെ ഇഞ്ചാല അങ്ങനെല്ലാം ഉണ്ടാവും. നമ്മളെ ഭാഷയിൽ നമുക്ക് പറയണ്ടല്ലേ അങ്ങനെ. ഇതിപ്പോ നമ്മള് കാസർഗോഡ് കുറേ തന്നെ അല്ലേ? നേരം ഊഞ്ഞാലാടി ഇത് സംസാരിച്ച് പിന്നെ ഇങ്ങനെ വെയിറ്റ് ആക്കി ഊട്ടി നിന്നിട്ട് വയനാട് വന്ന പോലെ ഉണ്ട്. കുറച്ച് ഒരു ടൈം വൈകി. ഞങ്ങൾ എത്തുമ്പോൾ 12 മണിയായി. പിന്നെ ഓറ് എത്തുമ്പോൾ 12:45 അങ്ങനെ എന്തോ ആയി. അപ്പോൾ എൻ്റെ വീഡിയോയിലെ പുതുതായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോഴേക്കിതാ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് ഇങ്ങനെ എല്ലാം ആകുമ്പോഴേക്കിതാ ബാക്കിയുടെ ഫാമിലി കസിനെല്ലാം എത്തി. എല്ലാവരും എത്തിയിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്, എങ്ങനെ വന്നത്, കുറേ ദൂരം ഉണ്ടായിന, അങ്ങനെ ഇങ്ങനെ നല്ല ഒരു അഭിപ്രായം ചോദിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി തമ്മന അവരെല്ലാം പറയുന്നുണ്ട് നല്ലൊരു ആംബിയൻസ് നല്ല ഉണ്ട് കാണാനും എന്നെല്ലാം പറയുന്നത്. കുറേ ഇങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടത്. അപ്പോൾ ഇതാ നിങ്ങൾ തന്നെ പറയുമല്ലോ, ഈ റിസോർട്ട് കാണാൻ നല്ല ഇല്ലേ, ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് പോയിട്ട് വരാം. ഒരു ദിവസത്തെ ഡേ വേണമെങ്കിൽ പോയിട്ട് വരാം. പിന്നെ വേണമെങ്കിൽ പിന്നെ അവിടെ സ്റ്റേ ആക്കുന്നെങ്കിൽ അങ്ങനെ ആക്കാം.
നല്ലുണ്ട്, നല്ല എല്ലാം ഒരുപോലെ ആയിട്ടില്ല, നല്ലുണ്ട്. അപ്പോൾ ഞമ്മ എന്താ ഓരെത്തിയ പാടില്ല, ഭക്ഷണത്തിന് ടൈമായി. 1 മണിയാകുമ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാകുന്നു. അപ്പം എന്തില്ലെങ്കിൽ ഭക്ഷണത്തിനുണ്ടത് എല്ലാം ഇതാ സാലാഡ്, എല്ലാ സാലാഡും ഉണ്ട്. പിന്നെ എന്ത് നല്ല പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, 65, പിന്നെ ചിക്കൻ മസാല എല്ലാം ഉണ്ട്, മസാല, പിന്നെ ഇത് റൈസ്. എന്ത് പറയാനും എന്ത് വാക്കില്ല, നല്ല അടിപൊളി നല്ല ഫുഡെല്ലാം, എന്ത് മോശമില്ല, നല്ല ഫുഡുണ്ട്. പിന്നെ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, നല്ല വെജിറ്റബിൾ സൂപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒക്കെ കൂടിയിട്ട് പിന്നെ ഭക്ഷണം കാണുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇല്ലേ, എല്ലാവരും സൈലൻ്റായിട്ട് ഇരുന്ന്, സൈലൻ്റ് ആകുമ്പോൾ മുമ്പ് പറഞ്ഞ് സംസാരിച്ച ആളെയല്ല, ഭക്ഷണം കാണുമ്പോൾ എല്ലാവരും സൈലൻ്റായിട്ട് മുണ്ടാതെ ഇരുന്നിട്ട് നല്ല പാങ്ങല എൻജോയ് ആക്കിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ലൊരു ഫീലായിരുന്നു. ബഫേ ആണ് മണ്ടാവൾ എടുക്കാം, നമുക്ക് എത്ര എടുത്ത് കഴിക്കുന്നതിനും ഒരു പ്രശ്നമില്ല, എത്ര വേണമെങ്കിൽ എടുത്തിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങളില്ലേ സാൻഡ്രി റിസോർട്ടിൽ നിന്ന് പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്. ആദ്യം നല്ല ചൂടുള്ള സൂപ്പ് കിട്ടി, പിന്നെ ചിക്കൻ ബിരിയാണി, കൂടെ നല്ല ക്രിസ്പിയായ ചിക്കൻ ഫ്രൈ, സലാഡ് ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. അവസാനം നല്ല തണുത്ത ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ വയറും മനസ്സും നിറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി റിസോർട്ടിൽ ഗാർഡനിലേക്ക് നടന്നു. അപ്പം അല്ലേ എന്തെല്ലാം ഗാർഡനിലേക്ക് നടക്കുമ്പോഴത്തേന് നല്ല പച്ചപ്പും നല്ല ഇതെല്ലാം ആയിട്ടില്ലേ, കാണുമ്പോൾ ഫുള്ള് ചുറ്റും പുല്ലും ചെടികളും, നല്ല പിന്നെ ശാന്തമായ അന്തരീക്ഷം. കുട്ടികൾക്ക് പിന്നെ ഓടിക്കളിക്കാൻ, ഫാമിലി ആയിട്ട് കുറച്ച് സമയം സന്തോഷത്തോടെ ചിലവഴിക്കാൻ നല്ല, ഞാൻ പറഞ്ഞ നല്ല പറ്റിയൊരു സ്ഥലമാണ്. എന്തെല്ലെങ്കിൽ ഭയങ്കര നല്ല ഇത് പറയുന്ന അത്ര നല്ല പാങ്ങുണ്ടായി. നമ്മൾ കാസർഗോഡ് നാട്ടിൽ ഇങ്ങനത്തെ ഒരു റിസോർട്ട് ഞങ്ങൾക്ക് സത്യമായിട്ട് കണ്ടെത്തുന്നില്ല. നമുക്ക് കയ്യിലെടുക്കുന്നൊരു നല്ലൊരു ബഡ്ജറ്റായിട്ട് പോകാൻ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു പോകണം, റിസോർട്ടിലേക്ക് പോകണം, നിൽക്കണം, അവിടെ സ്പെൻഡ് ചെയ്യണം, ഫാമിലിയുമായിട്ട് മക്കളുമായിട്ടുള്ള കുറച്ച് സന്തോഷകരമായ ഒരു സമയം ചിലവഴിക്കണം എന്നെല്ലാം പറഞ്ഞ് നിരീച്ചെങ്കിൽ പെട്ടെന്ന് എത്താനും പോകാനും വരാനുള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗെയിമിൻ്റെ ഒരു റൂം, എല്ലാ കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ആയി കളിക്കാനുള്ള ക്യാരം ബോർഡ്, പിന്നെ ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്, കുറേ കളിക്കുന്നെല്ലാം ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയാല. അങ്ങനെ കുറച്ച് ഇങ്ങനെ കളിക്കുന്ന ഇതെല്ലാം ഉണ്ട്. എന്ത് പറയുന്നത്, മൊത്തത്തിൽ നല്ലൊരു ചേരനായി, നല്ലൊരു വൈബായി പോയിട്ട്, പിന്നെ എന്തിനും ഒരു കുറവായിട്ട നല്ലൊരു. അങ്ങനെ ഞങ്ങളില്ല ഗാർഡനിലെ ഒന്ന് നടന്നിട്ട് കുറച്ച് ഫോട്ടോകളും പിന്നെ വീഡിയോ എടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ശരിക്കും ഫുഡെല്ലാം കഴിച്ച ശേഷം ഗാർഡനിൽ പോയിട്ടില്ല, സമയം ചെലവഴിച്ചത് വേറൊരു ലെവലായിരുന്നു. അറിഞ്ഞിട്ടേയില്ല സമയം പോയത്, നമുക്കില്ല അറിഞ്ഞിട്ടേയില്ല. അത്ര നല്ല അല്ലെങ്കിൽ വലിയൊരു സ്ഥലമായിരുന്നു. ഫുള്ള് ഫോട്ടോ എടുക്കാനും അങ്ങനെ ഇങ്ങനത്തെ കുറേ സ്ഥലമായിരുന്നു. പിന്നെ ഫോട്ടോ എടുത്തെങ്കിൽ തീരുന്നില്ല.
അങ്ങനെ കുശലങ്ങളും പറഞ്ഞ് തമാശ കളിയും ചിരിയെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ, താങ്ക് യു.